ഹെൽമെറ്റ് ഇട്ട് പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനാണെന്നല്ലേ? ചില ആൾക്കാർ അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് പല്ലിലായിരിക്കും. അതായത് ഓഫീസിൽ ചെല്ലുമ്പം ബോസ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, ആരെന്തെങ്കിലും പറയുമ്പം അതിൻ്റെ കലിപ്പ് തീർക്കുന്നത് പല്ലിനകത്തേക്ക്. ഇനി റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ അവരെന്തെങ്കിലും നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറി വർത്തമാനം പറയുകയോ ചെയ്യുമ്പം അതിനുള്ള ദേഷ്യം തീർക്കുന്നതും നമ്മൾ പല്ലിനകത്തേക്ക്. പല്ലിറുമി കടിച്ചമർത്തുക, ദേഷ്യം കടിച്ചമർത്തുക എന്നൊക്കെ യൂഷ്വലി നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ടല്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പല്ല് കടിച്ചമർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ പല്ലിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് നമ്മുടെ പല്ലിലേക്ക് വരും. അങ്ങനെ കുറേ പ്രാവശ്യം വന്നു കഴിയുമ്പം നമ്മുടെ പല്ലിൽ ചെറുതായിട്ടൊരു ക്രാക്ക് വരും. ഈ കണ്ണാടി ചില്ലയിലൊക്കെ ചെറുതായിട്ടൊരു ക്രാക്ക് വന്നു കഴിയുമ്പം കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് രണ്ടായി പൊട്ടിപ്പോകുന്ന പോലെ തന്നെ നമ്മുടെ പല്ലിലും ഇങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഗ്രാജുവലി പതുക്കെ അകത്തേക്ക് കയറി പല്ല് രണ്ടായി പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം എത്രയും വേഗം മാറ്റുക. ഇനി മാറ്റാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. രാത്രി കിടന്ന് അധികം സ്ട്രെസ്സ് കാരണം പല്ലിറുമുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പല്ലിറുമാം. ഇങ്ങനെയൊക്കെ ഇറുമുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പ്ലിൻറ്റ് അല്ലെങ്കിൽ ടൂത്ത് പ്രൊട്ടക്റ്റിംഗ് ഗാർഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യുക. ബൈ.